നാടൻ കറിയുടെ മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. പച്ചമാങ്ങ കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്. സിമ്പിളായി തയ്യാറാക്കാൻ പറ്റും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് മാങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയത് ഞങ്ങളുടെ മുരിങ്ങത്തൈക്കാണ്. ഒരു 3 മുരിങ്ങക്കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു തൈയാണ്, പക്ഷെ എന്നാലും 3 ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൊരു മുരിങ്ങക്കായും കൂടെ വലിച്ചു കൊണ്ടുവന്ന് അതിനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പും കൂടെ നോക്കാം കേട്ടോ. തേങ്ങയും കറിവേപ്പിലയും ജീരകം ചേർത്തുള്ള അരപ്പാണ് കേട്ടോ. അതാണ് ഒരു ഗ്രീൻ കളർ തോന്നിക്കുന്നത്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. പരിപ്പ് വന്നിട്ടുണ്ട്. അതിലേക്ക് മുരിങ്ങക്കായും മാങ്ങയും ഇട്ട് കൊടുത്ത ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ഇട്ട ശേഷം നന്നായി മിക്സ് ചെയ്ത് അത് പിന്നെ വേവാൻ വയ്ക്കുക കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ അരപ്പ് ഇടാവുന്നതാണ്. ഇട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ തന്നെ കറിവേപ്പില തൈയാണ്, കുഞ്ഞു തൈയാണ്. എന്നാലും അത്യാവശ്യത്തിന് വീട്ടാവശ്യങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരെണ്ണയെ വലിച്ചുള്ളൂ. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയാക്കാം അല്ലേ. തിളച്ച് വന്ന എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായി അരിഞ്ഞ ഉള്ളിയാണ് ഇട്ട് കൊടുത്ത് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. അത് നന്നായി മൊരിഞ്ഞ് വന്ന ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. കറികളൊക്കെ നല്ല കളർഫുള്ളായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് എണ്ണയിൽ മുളക് പൊടി ഇട്ട് പറഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ നാടൻ മാങ്ങ കൊണ്ടുള്ള കറി റെഡി.